തുടർച്ചയായ രണ്ടാം തവണയും IPL കിരീടത്തിൽ മുത്തമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അഹമ്മദാബാദിലെ സ്വന്തം തട്ടകത്തിൽ RCBയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഗുജറാത്ത് ടൈറ്റൻസ് 5 വിക്കറ്റിന് തകർന്ന് തരിപ്പണമായി. ഈ തോൽവിക്ക് പിന്നിൽ ഗുജറാത്തിന് പിഴച്ചത് എവിടെയാണ്? ഉത്തരം ഒന്നു മാത്രം: ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. തോൽവിയോടെ ഗില്ലിൻ്റെ 2020 ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്ലാസപ്പുറത്തിൽ ഗുജറാത്തിന് പിഴച്ചത് എവിടെയാണെന്നും തോൽവിയുടെ കാരണങ്ങളും പരിശോധിക്കാം. ഗുജറാത്തിലെ തോൽവിയുടെ പ്രധാന കാരണം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ മോശം ക്യാപ്റ്റൻസിയാണെന്ന് പറഞ്ഞാലും അത് തെറ്റാകില്ല. ബൗളർമാരെ ഉപയോഗിക്കുന്നതിൽ വലിയ പിഴവാണ് ഗിൽ കാട്ടിയത്. ആദ്യത്തെ 7 ഓവറിൽ മുഹമ്മദ് സിറാജും കഗിസോ റബാഡയും മാത്രമാണ് പന്തെറിഞ്ഞത്. ഇത് വലിയ അബദ്ധമായെന്ന് പറയാം. റബാഡയും സിറാജും തല്ലുവാങ്ങുന്ന സാഹചര്യത്തിൽ മറ്റൊരു ബൗളറെ പരീക്ഷിക്കാൻ ഗിൽ തയ്യാറായില്ല. ഇതോടെ പവർ പ്ലേക്കുള്ളിൽ തന്നെ RCB അടിത്തറപ്പാവുകയും പിന്നീട് ആത്മവിശ്വാസത്തോടെ കളിക്കുകയും ചെയ്തു. കഗിസോ റബാഡയെ മധ്യ ഓവറിൽ പരീക്ഷ നോക്കാത്തതും മണ്ടത്തരമായി. 1 ഓവർ റബാഡയ്ക്ക് ബാക്കിയായി. റാഷിദ് ഖാൻ 4 ഓവറിൽ 20 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. 11ാം ഓവറിലാണ് റാഷിദിനെ ഗിൽ ഉപയോഗിച്ചത്. പവർ പ്ലേക്ക് പിന്നാലെ റാഷിദിനെ ഉപയോഗിക്കാമായിരുന്നു. ഇത് ചെയ്തില്ല. പ്രസിദ്ധ് കൃഷ്ണയെ എന്തിനാണ് കളിപ്പിച്ചത് എന്ന ചോദ്യം ഗിൽ സ്വയം ചോദിക്കുന്നത് നന്നാവും. 1 ഓവർ മാത്രമാണ് താരത്തിന് ലഭിച്ചത്. 7 റൺസ് മാത്രമാണ് പ്രസിദ്ധ് വിട്ടുകൊടുത്തതെന്നതും എടുത്തു പറയണം. ബൗളിംഗ് ഒരു തേറുണ്ടായിട്ടും അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത ഗില്ലിൻ്റെ പിഴവാണ് ഗുജറാത്തിൻ്റെ തോൽവിയുടെ പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം RCBയുടെ ഷോർട്ട് ബോൾ കിണി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഗുജറാത്തിനെ സംബന്ധിച്ച് അഹമ്മദാബാദ് ഹോം ഗ്രൗണ്ടാണ്. ഇവിടുത്തെ സാഹചര്യം മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ടീം. ഗുജറാത്തിനെതിരെ ഷോർട്ട് ബോൾ തന്ത്രമാണ് RCB ബൗളർമാർ പയറ്റിയത്. ഈ കെണിയിൽ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും അടക്കം വീണു. പിച്ചിലെ എക്സ്ട്രാ ബൗൺസ് മുതലാക്കി RCB ബൗളർമാർ പന്തെറിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി കളിക്കാൻ ഗുജറാത്തിന് സാധിക്കാതെ പോയി. നായകൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ ബാറ്റിങ്ങിൽ ഉത്തരവാദിത്തം കാട്ടിയില്ല. സായിയും മോശം ഷോട്ട് കളിച്ചാണ് പുറത്തായത്. ഗുജറാത്ത് കാട്ടിയ മറ്റൊരു വലിയ മണ്ടത്തരം ടോപ്പ് 3യെ മിതമായി ആശ്രയിച്ചു എന്നതാണ്. ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ജോസ് ബട്ട്ലറും പുറത്തായാൽ ഗുജറാത്ത് തോൽക്കുന്ന അവസ്ഥയാണുള്ളത്. ടോപ്പ് 3 മിന്നിച്ചാൽ മാത്രം ജയിക്കുന്ന നിരയായി ഗുജറാത്ത് മാറി. ഗുജറാത്തിൻ്റെ മധ്യനിരയിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഫൈനലിൽ ഇത് ഗുജറാത്തിന് തിരിച്ചടിയായി മാറി. ഫൈനലിലെ ഗുജറാത്തിൻ്റെ തോൽവിയോടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് നായകനായ ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീമിൻ്റെ നായകനായ ശുഭ്മാൻ ഗില്ലിന് 2020 ടീമിൽ ഇടമില്ലെന്നാണ് ശ്രദ്ധേയമായ കാര്യം. 2020ലേക്ക് ശക്തമായി തിരിച്ചെത്താമെന്ന് പ്രതീക്ഷ ഗില്ലിന് ഫൈനലിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഫൈനലിൽ വെറും 10 റൺസാണ് ഗില്ലിന് നേടാനായത്. ഓപ്പണറായി ഇറങ്ങിയ ഗില്ലിന് പ്രതീക്ഷിക്കാത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയി. ഷോർട്ട് ബോൾ കിണിയിൽ ഗില്ല് വീഴുകയായിരുന്നു. ഈ സീസണിൽ ഗംഭീര പ്രകടനം നടത്താൻ ഗില്ലിന് സാധിച്ചിരുന്നെങ്കിലും ഫൈനലിൽ നിലവാരം കാട്ടാൻ സാധിക്കാതെ പോയി. 2ാം ക്വാളിഫയറിലെ ഗില്ലിൻ്റെ വെടിക്കെട്ട് സെഞ്ചുറി ടീമിന് ഫൈനൽ ടിക്കറ്റ് നേടിക്കൊടുത്തെങ്കിലും കലാശപ്പോരാട്ടത്തിൽ അടിപതറി. ഇതോടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഇന്ത്യയുടെ 2020 ടീമിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് കൂടിയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഫൈനൽ കപ്പടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് മാത്രമല്ല നായക സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരം കൂടി ഗില്ലിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇനി അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരിക്കില്ല. ഓപ്പണിംഗിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇതിനോടകം തകർത്ത് കളിക്കുന്നുണ്ട്. ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പടക്കം നേടിയ വൈഭവ് സൂര്യവംശിയും ഓപ്പണർ റോളിൽ ഇടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണ 2020 ശൈലിയിലേക്ക് ഗില്ലിൻ്റെ കടന്നുവരവ് പ്രയാസമാണെന്ന് തന്നെ പറയാം. ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യയുടെ 30 അംഗ പ്രാഥമിക ടീമിൽ നിന്നും ഗില്ലിനെ താഴ്ന്നിരുന്നു. 2020ലേക്ക് തൽക്കാലം ഗില്ലിനെ തിരികെ വിളിക്കേണ്ട നിലപാടിലേക്ക് ടീം മാനേജ്മെന്റ് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ.